ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ശ്രീ മഹാദുർഗായേ നമോ നമ. 12-ാം അധ്യായം ജയന്തിയുടെ ശുക്രപരിചര്യ. 10-11 അധ്യായങ്ങളിലായി ഭൃഗു ശാപവും കാവ്യമാതൃവധവും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഭഗവാൻ വിഷ്ണു വിവിധ അവതാരങ്ങളെടുക്കുവാനുണ്ടായ കാരണങ്ങളും ദേവേന്ദ്രൻ തൻ്റെ മകളായ ജയന്തിയെ ശുക്രപരിചര്യക്കായി ഏൽപ്പിക്കുന്നതുമായ ഭാഗമാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. 11, 10 അധ്യായങ്ങൾ നന്നായി മനസ്സിലാക്കിയവർക്ക് ഇതും എളുപ്പമാവുമെന്ന് ചിന്തിക്കുന്നു. ആ ഒരു തുടർച്ച കിട്ടുവാൻ നമുക്ക് കൂടുതൽ ഈ ഒരു ഭാഗങ്ങൾ മനസ്സിരുത്തേണ്ടത് ആവശ്യമാണ്. വ്യാസൻ ആ ഘോരമാം വധം കണ്ടു കോപിച്ചു ഭഗവാൻ ഭൃഗു. അഴലാൽ വിറപൂണ്ടോതി മധുവൈരിയോടിങ്ങനെ. ഭൃഗു പാപമെന്നായറിഞ്ഞിട്ടും അരുതാത്തതു ചെയ്തു നീ. ചിന്തിക്കാമോ മനസ്സാലും വിപ്രനാരീവധം ഹരേ. കീർത്തിപ്പൂ സത്വവാനങ്ങെന്നജൻ രാജസനവ്വിധം. താമസൻ രുദ്രനെന്നായും വിപരീതം വരാവതോ. എന്തേ താമസനായി നീ നിന്ദ്യകർമ്മം നടത്തുവാൻ. കുറ്റമില്ലാതീയവധ്യ തന്നെ കൊന്നതുമെന്തുവാൻ. ശപിപ്പൻ ദുഷ്ടനാം നിന്നെ മറ്റെന്തോന്നിഹ ചെയ്വതും. പാപ നീ എന്നെ വിരഹിയാക്കി ശക്രൻ നിമിത്തമായി. ശപിക്കുന്നില്ലിന്ദ്രനെ ഞാൻ നിന്നെ എന്ന വിധം ഹരേ. സദാ ചതിയനാം കാളസർപ്പം നീ ദുഷ്ടനെത്രയും. നിന്നെ സാത്വികനെന്നോതും മുനിമാർ മൂർഖബുദ്ധികൾ. പ്രത്യക്ഷം താനെനിക്കുന്നു താമസൻ നീചബുദ്ധി നീ. ശപിക്കുന്നേൻ പിറന്നാലും മന്നിൽ നീ പലവട്ടവും. പാപത്താൽ ഗർഭദുഃഖത്തെ ഭുജിച്ചാലും ജനാർദ്ദന. വ്യാസൻ അശാപത്താൽ ധർമ്മഹാനി വരും കാലത്തിലൊക്കെയും. ജനിക്കയാം മാനുഷനായി ഹരിലോകഹിതത്തിനായി. രാജാവ് അപാര്യവീര്യമച്ചക്രം കൊണ്ടു പത്നി മരിക്കയാൽ. ഗാർഹസ്ഥ്യമം മഹാത്മാവു പൂണ്ടതെങ്ങിനെ പിന്നെയും. വ്യാസൻ കോപിച്ചു ശാപമീ വണ്ണം ഏകിത്തലയെടുത്തുടൻ. പത്നി തന്നുടലിൽ ചേർത്തു ചൊന്നാൻ കാര്യജ്ഞനാം ഭൃഗു. ജീവിപ്പിപ്പൻ വിഷ്ണുവിനാൽ ഹതയാം നിന്നെ ദേവി ഞാൻ. ധർമ്മമെല്ലാം അറിഞ്ഞാചരിപ്പോനാണിവനെങ്കിലോ. ജീവിക്കട്ടെ സത്യമാണൻ വാക്കെങ്കിലതിനാലിവൾ. കാണട്ടെ എൻ തപശക്തി ദേവന്മാരിവരൊക്കെയും. സത്യം ശൗചം തപശക്തി വേദമെന്നിവയൊക്കെയും. എനിക്കുണ്ടെങ്കിൽ ജീവിച്ചിടട്ടെ ഇക്കുളിർനീരിനാൽ. വ്യാസൻ നീർകുടഞ്ഞേരമുടനെ ജീവിച്ചു ഭൃഗുപത്നിയാൾ. എണീറ്റാൾ പുഞ്ചിരിച്ചും കൊണ്ടതിപ്രീതിയൊടും സതി. ഉണർന്നെടീറ്റമട്ടേവം അവളെ കണ്ടു വാഴ്ത്തിനാർ. സർവജീവികളും നന്നു നന്നെന്നാ രണ്ടുപേരെയും. ഏവം ശ്രീഭൃഗുവാൾ ജീവിപ്പിക്കപ്പെട്ടിതു സ്വാധിയാൾ. അതു കണ്ടത്ഭുതപ്പെട്ടാർ ദേവന്മാരും സുരേന്ദ്രനും. സുരരോടുംബർഗോനോതി ഇതാ ജീവിച്ചിതസതി. ഘോരമാം തപസ്സും തീർന്നെന്താ മന്ത്രജ്ഞൻ ചെയ്യുമോ ഇനി. വ്യാസൻ നിദ്ര ദേഹം വെടിഞ്ഞിട്ടും ഇന്ദ്രൻ അസ്വാസ്ഥ്യമേറെയായി.
മന്ത്രാർത്ഥമത്യുഗ്രതപസ്സാളും കാവ്യനയോർക്കവേ. ചാർവാങ്കിയാം തന്മകളാം ജയന്തിയൊടു വാസവൻ ഉള്ളിൽ ചിന്തിച്ചുറച്ചേവം ഓതി സുസ്മേരവക്ത്രനായി. നിന്നെ തപസ്സിയാം കാവ്യന്നേകിനേൻ ഞാൻ ഗമിക്ക നീ. എനിക്കു വേണ്ടി അവനെ സേവിച്ചു വശമാക്കുക. ആശ്രമത്തിലുടൻ ചെന്നു ഹിതശുശ്രൂഷയാൽ സുതേ മുനിയെ പ്രീണനം ചെയ്തൻ ഭയം തീർക്കുക സുന്ദരി. അച്ഛന്റെ വാക്കാലുടജത്തിൽ ചെന്നം മനോഹരി നീൽക്കണ്ണാൾ കണ്ടു ധൂമത്തെ പാനം ചെയ്യും മുനീന്ദ്രനെ. മുനി തന്നുടൽ കണ്ടപ്പോൾ അച്ഛൻ തൻ മൊഴിയോർത്തവൾ വാഴ തന്നില കൊണ്ടെന്നു വീശിനാളത്തപസ്സിയെ. കുളിർത്ത നന്മണം കോലും നേർത്ത നൽതെളിനീരുടൻ കുടിക്കാനായി കൊണ്ടുവന്നു ഭക്തിപൂർവമൊരുക്കിനാൾ. നട്ടുച്ച നേരത്തു തണലേകാൻ മേലങ്കി കൊണ്ടവൾ പിടിച്ചു കുടയായി സ്വന്ത ധർമ്മം തെറ്റാതൊരസതി. പഴുത്തു മധുരിക്കുന്ന നൽപഴങ്ങൾ തിരഞ്ഞവൾ കൊണ്ടുവന്നൃഷിതൻ മുമ്പിൽ ഭക്ഷണത്തിനൊരുക്കിനാൾ. കിളിപ്പിച്ച ഇളം ദർഭ ചാൺനീളത്തിൽ മുറിച്ചവൾ നിത്യകർമ്മത്തിനൊരുക്കി നറുംപൂക്കളുമൊത്തുടൻ സജ്ജമാക്കി. ഉറങ്ങാനായി പൈന്തളിർപ്പട്ടുമെത്തയും അതിലം മുനിയെ മന്ദം വീശിനാളവൾ സാദരം. വികാരം തെല്ലുണർത്താൻ പോരുന്ന ഹാവാദി ചേഷ്ടകൾ ജയന്തി കാണിച്ചില്ലേതും മുനിതൻ ശാപഭീതിയാൽ. പ്രീതി വായ്പാൽ മനം കക്കും മധുരോക്തികളാലവൾ വാഴ്ത്തിനാളം മഹാത്മാവാം ഋഷിയെ കൃശഗാത്രിയാൾ. ഉണർന്നെണീക്കവേ വെള്ളം ആചമിക്കാനെടുത്തവൾ തയ്യാറായേവം ഋഷിയെ സേവിച്ചാൾ ഹിതവർത്തിനി. ജിതാത്മാവാമം മുനീന്ദ്രൻ തന്റെ ഭാവമറിഞ്ഞിടാൻ ഉത്കണ്ഠാകുലനായി വിട്ടാൻ ചേവകന്മാരെ ഇന്ദ്രനും. അനേക വർഷമീ മട്ടിൽ ശുശ്രൂഷിച്ചാൾ ജയന്തിയും ബ്രഹ്മചര്യത്തൊടും ക്രോധാദി ഭാവമെഴാതെയും. തികഞ്ഞിതായിരം വർഷം പ്രസാദിച്ചു മഹേശ്വരൻ പ്രത്യക്ഷനായി വരം നൽകി തുഷ്ടനാക്കി മുനീന്ദ്രനെ. ഈശ്വരൻ എന്തൊക്കെയുണ്ടീ ലോകത്തിൽ എന്തൊക്കെ പാർത്തു കാൺമു നീ. ബ്രഹ്മൻ മറ്റാർക്കുമോതാൻ കൂടിയുമാകാത്തതൊക്കെയും നിനക്കൊണ്ടാം ഭവാൻ. സർവഭൂതങ്ങൾക്കുമവധ്യനായി പ്രജേശനായി മുനിശ്രേഷ്ഠനായി ഭവിക്കുമസംശയം. വ്യാസൻ ശംഭുവേവം വരം നൽകി മറഞ്ഞാനവിടെ തഥാ. ജയന്തിയെ കണ്ടു പിന്നെ കഥിച്ചാൻ കാവ്യനിങ്ങനെ. നീയാ ആരുടെയാണെന്തേ വാഞ്ചിതം തേ നിതംബിനി. എന്തിനിങ്ങോട്ടു നീ പോന്നതെല്ലാമോതുക സുന്ദരി. വേണ്ടതെന്തായാലുമീ ഞാൻ നൽകുവൻ കന്നൽ നേർമിഴി. നിൻ കർമ്മത്താൽ പ്രീതനായേൻ വരം ചോദിക്ക സുവ്രതേ. പ്രസന്നയായി തഥാ ചൊന്നാൾ മുനിയോടവളിത്തരം. വേണ്ടതെന്നെന്നു ഭഗവൻ തപസ്സാലറിയും ഭവാൻ. കാവ്യൻ അറിഞ്ഞു ഞാനെങ്കിലും നിന്നീപ്സിതം ചൊല്ലുകൊന്നു നീ. ചെയ്വൻ ശുഭം ഞാനെമ്മട്ടും
പ്രീതനായി പരിചര്യയാൽ. ജയന്തി. ശക്രന്റെ മകൾ ഞാൻ ബ്രഹ്മൻ അങ്ങേയ്ക്കായച്ഛനേകിയോൾ. മുനേ ജയന്തി എന്നൻ പേർ, ജയന്തൻ തന്റെ സോദരി. പ്രഭോ കാമിപ്പു ഞാൻ നിന്നെ, സാധിപ്പിക്കുക കാമിതം. രമിപ്പനങ്ങയോടൊത്തു നീതിപ്രീതികളൊത്തു ഞാൻ. ശുക്രൻ. രമിച്ചുകൊള്ളുക ഞാനൊപ്പം ശുശ്രോണീ ദശവത്സരം. ആരുമേതും കണ്ടിടാതെ അട്ടേ ഇക്കാലമത്രയും. വ്യാസൻ. എന്നോതി അവൾ തൻ പാണി ഗ്രഹണം ചെയ്തു ഭാർഗവൻ. ആരുമേതും കണ്ടിടാതെ മായാസംവൃതനായി മുനി. സുഖമായി തന്നാശ്രമത്തിൽ കഴിച്ചാൻ 10 വത്സരം. കാവ്യൻ മന്ത്രവുമായി കാര്യം നേടി വന്നെന്നു കേൾക്കയാൽ. ദൈത്യന്മാർ തുഷ്ടരായി ചെന്നാർ കാണാനായി പർണശാലയിൽ. രമിക്കും മുനിയെ തത്ര തിരഞ്ഞും കണ്ടതില്ലവർ. ശ്രമം നിഷ്ഫലമായി ഭഗ്നാശന്മാരായി തീർന്ന ദാനവർ. തിരിഞ്ഞു നോക്കി പിന്നെയും ചിന്തയാലതിദീനരായി. ഉണ്ടായിട്ടും കണ്ടിടാതെ വന്നപോൽ താൻ തിരിച്ചുടൻ പോയാർ സ്വസ്വാലയം ദൈത്യർ ഭയചിന്താസമാകുലർ. രമിപ്പൂ ശുക്രനെന്നായി കണ്ടിന്ദ്രൻ ഭാവി പ്രവർത്തനം. ചിന്തിച്ചുരച്ചു മതിമാൻ വാചസ്പതിയൊടിങ്ങനെ. ദൈത്യന്മാരെ പ്രലോഭിപ്പിക്കേണം നീ മായയാൽ പ്രഭോ. ബുദ്ധിയാൽ ചിന്ത ചെയ്തസ്മത് കാര്യം നേടുക മാനതാ. അതു കേട്ടു സുരാചാര്യൻ കാവ്യൻ തൻ വാർത്തയുള്ള പോൽ. ഗ്രഹിച്ചു തദ്രൂപമെടുത്തണഞ്ഞാനസുരാന്തികം. വിളിച്ചാനവിടെ ചെന്നു വാത്സല്യത്തോടരക്കരെ. അസുരന്മാർ വന്നു കണ്ടാർ കാവ്യനെ തത്ര മുന്നിലായി. കാവ്യനെന്നോർത്തു കുമ്പിട്ടു നിന്നാർ മോഹം മുഴുത്തവർ. അറിഞ്ഞില്ല കാവ്യരൂപം പൂണ്ടൊരഗുരുമായയെ. പ്രച്ഛന്ന കാവ്യാകാരത്തിൽ ദൈത്യരോടോതി ഗീഷ്പതി. സ്വാഗതം ശിഷ്യരേ, വന്നേൻ നിങ്ങൾക്കു ഹിതമേകുവാൻ. നിർവ്യാജമെൻ തപസ്സാൽ സന്തുഷ്ടനായി ശംഭു വിദ്യയെ നൽകിനാനതു നിങ്ങൾക്കു തന്നണപ്പൻ ശുഭത്തെ ഞാൻ. ഇതു കേട്ടേറ്റമുൾ പ്രീതി പൂണ്ടു ദൈത്യേന്ദ്രരൊക്കെയും. കാര്യം സാധിച്ചതായി നന്ദി വാഴ്ത്തിനാർ മോഹബദ്ധരായി. നമസ്കരിച്ചു ഗുരുവേ വ്യഥയറ്റാതിയറ്റവർ. ദേവന്മാരെ പേടിയന്യേ പാർത്താരാമയഹീനരായി. 12-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. 13-ാം അധ്യായം ഗുരുവിൻ്റെ ദൈത്യവഞ്ചന. ജനമേജയൻ. ധീമാനാം ദിശനൻ ശുക്രവ്യാജരൂപം ധരിച്ചുടൻ ദൈത്യപൗരോഹിത്യമാർന്നു ചെയ്തതെന്തെന്നുരയ്ക്ക നീ. അങ്കിരസിൻ സുതൻ ദേവാചാര്യൻ സർവജ്ഞനാം മുനി. ഈ മട്ടിലുള്ള കപടം ചെയ്തതെങ്ങനെ മാമുനി. ധർമ്മത്തിൻ കാരണം സത്യമാത്മജ്ഞാനവുമാ വഴി നേടാമെന്നായി ധർമ്മശാസ്ത്രങ്ങളിൽ ചൊൽവോ മുനീശ്വരർ. വാചസ്പതിയുമിക്കള്ളം ദൈത്യന്മാരോടുരയ്ക്കുകിൽ ഗൃഹസ്ഥനാമാരുവാനീ ലോകത്തിൽ സത്യവാദിയായി. ഉണ്ണാമോ വേണ്ടതെക്കാളും ബ്രഹ്മാണ്ഡ വിഭവത്തിലും. അതിനായി മുനിമാർ കള്ളം പ്രവർത്തിപ്പതുമെങ്ങനെ.
ശിഷ്ടനായാരുമില്ലെങ്കിൽ പ്രമാണം ശബ്ദമാത്രമാം വ്യാഴവും വ്യാജവാനെങ്കിൽ ശിഷ്ടനായി പിന്നെയാരുവാൻ. ദേവന്മാർ സത്വസംജാതർ രാജസന്മാർ മനുഷ്യരും തിര്യഗ്വർഗം താമസവുമെന്നല്ലീ മുനിഭാഷിതം. സാക്ഷാലമർത്യഗുരുവും കളവീമട്ടുരയ്ക്കുകിൽ രജസ്തമോ ജാതരിലാർ പിന്നെ സത്യമുരയ്ക്കുവോർ. ധർമ്മത്തിൻ സ്ഥിതി എന്തെന്നായി സംശയം തോന്നിടുന്നുമേ. ത്രൈലോക്യവും വ്യാജമെന്നാലെന്തി ജന്തുക്കൾ തൻ ഗതി. ഹരിയും വിധിയും വാസവാദ്യരാം അമരേന്ദ്രരും വ്യാജവൃത്തിയിൽ മുമ്പന്മാരെന്തീ മാനവർ തൻ കഥ. ലോഭത്താൽ മതികെട്ടുള്ളോർ കാമക്രോധാദിപീഡിതർ കള്ളങ്ങൾക്കുമിടുക്കന്മാർ ദേവന്മാരും മുനീന്ദ്രരും. വസിഷ്ഠൻ വാമദേവർഷി വിശ്വാമിത്രൻ ബൃഹസ്പതി പാപബുദ്ധികളാണാരും ധർമ്മത്തിൻ ഗതിയെന്തുവാൻ. പരസ്ത്രീരതർ താനിന്ദ്രനിന്ദുവും വിധിവന്നിയും ആര്യത്വമെങ്ങീ ലോകത്തിലീ മട്ടായാൽ മുനീശ്വര. മഹാത്മൻ സ്വീകരിക്കേണ്ടതാർതൻ വാക്കുപദേശമായി ലോഭത്തിൻ വശമാണ്ടോരദ്ദേവന്മാരും മുനീന്ദ്രരും. വ്യാസൻ: വിധി വിഷ്ണുഹരന്മാരുമിന്ദ്രനും ഗുരുവും നൃപ. ദേഹവാന്മാരല്ലീ വികാരങ്ങളില്ലാതിരിക്കുമോ. രാഗിയത്രേ വിഷ്ണു രാഗിവിധിയും രാഗി ശംഭുവും. രാഗവാനെന്തധർമ്മത്തെ ചെയ്തിടാത്തതുമോർക്കുകിൽ. ഭാവിപ്പൂ രാഗിയും ധൂർത്താൽ വിദേഹനു സമാനനായി. ആപത്തു വന്നാലവനും ത്രിഗുണങ്ങൾക്കു കീഴ്പ്പെടും. കാരണം കൂടാത്ത കാര്യം നിൽക്കയില്ലൊരു കാലവും. ബ്രഹ്മാവു തൊട്ടുള്ളേവർക്കും കാരണം ത്രിഗുണങ്ങൾ താൻ. 25 തത്വത്താലല്ലീ തദ്ദേഹ സൃഷ്ടിയും. കാലം വന്നാൽ മൃത്യുവുണ്ടാം അവർക്കും ശങ്കയെന്തതിൽ. അന്യരോടുപദേശിക്കാനേവരും വിരുതുള്ളവർ. തൻ കാര്യത്തോടടുക്കുമ്പോൾ കാണാം ഭാവപ്പകർച്ചകൾ. കാമം ക്രോധമഹങ്കാരം ലോഭവും ദ്രോഹമീർഷ്യയും മറ്റും വന്നാൽ ത്യജിക്കാനായി ദേഹമുള്ളോർക്കു സാധ്യമാം. ഈ മട്ടുതാനി സംസാരമെല്ലാം എന്നോർക്ക ഭൂപതേ. ശുഭാശുഭങ്ങളുൾച്ചേർന്നേ വർത്തിപ്പൂ ലോകമെപ്പൊഴും. ഘോരം തപസ്സു ചെയ്യുന്നു ചിലപ്പോൾ ഭഗവാൻ ഹരി. മറ്റൊരിക്കൽ നടത്തുന്നു ദേവേശൻ പല യജ്ഞവും. വീണ്ടും ചിലപ്പോൾ പൊൽത്താർമാനിനിയൊത്തഖിലേശ്വരൻ. വൈകുണ്ഠത്തിൽ തദ്വശനായി രമിപ്പൂ യുവകോമളൻ. ചിലപ്പോൾ അസുരന്മാരൊത്തുഗ്രമാമടർ ചെയ്കയാൽ. അമ്പിൻ പീഡകളേൽക്കുന്നു കരുണാസിന്ധുവാമവൻ. ജയമോ തോൽമയോ നേരിടുന്നു ദൈവേച്ഛ പോലവേ. സുഖദുഃഖാധീനനായി താനേവം വർത്തിക്കയാണവൻ. യോഗനിദ്രാക്രാന്തനായി ചിലപ്പോൾ ശേഷശയ്യമേൽ ഉറങ്ങുമുണരും സ്വാഭാവികമായി കാലമെത്തവേ. വിധി വിഷ്ണുഹരന്മാരുമിന്ദ്രാദ്യമരവർഗവും. മുനിമാരുമിരിക്കുന്നിതായുസ്സുള്ളത്ര താൻ നൃപ. അന്ത്യരാത്രി വരുന്നേരമിച്ചരാചരമൊക്കെയും നശിക്കും. ഇല്ലതിൽ തെല്ലും സന്ദേഹമൊരു കാലവും. ആയുരന്ത്യം വരുന്നേരം പത്മജാദ്യരുമീ വിധം. മരിക്കും പിന്നെയും വന്നു പിറക്കുമവരേവരും. ഉണ്ടാം കാമാദിഭാവങ്ങൾ ദേഹമുള്ളോർക്ക സംശയം.
അതിനാലിതിലൊക്കെയും എന്തുള്ളു വിസ്മയിക്കുവാൻ. കാമക്രോധാദിയുൾ തിങ്ങി വർത്തിപ്പൂ ലോകമൊക്കെയും. അവയില്ലാത്തൊരാവിജ്ഞർ പുമാൻ ദുർലഭമെത്രയും. സംസാരത്തെ പേടിയുള്ളോൻ ഗാർഹസ്ഥ്യം സ്വീകരിച്ചിടാ. അവൻ ചരിക്കും നിശ്ശങ്കം സർവസംഗവിമുക്തനായി. ഗുണബദ്ധതയാലല്ലി ഗുരുപത്നിയെ അശശി പൂണ്ടതും. ഗുരുവോ ഭ്രാതൃ പത്നിയെ പൂണ്ടതും നൃപ. ഏവം സംസാരചക്രത്തിൽ രാഗലോഭാദി മൂടിയോർ ഗൃഹസ്ഥരായി താൻ ജീവിക്കേ മുക്തരാവുന്നതെങ്ങനെ. അതിനാലീ പ്രപഞ്ചത്തെ സാരമാക്കാതെ മന്നവ ആരാധിക്ക ചിദാനന്ദ രൂപയാം പരമേശിയെ. അവൾ തൻ മായയാൽ മൂടപ്പെട്ടൊരീ വിശ്വമൊക്കെയും ഉന്മത്തനെപ്പോൽ മദിരാമത്തനെപ്പോൽ ചരിക്കയാം. തദാരാധനയാൽ തന്നെ ഗുണം മൂന്നും ജയിച്ചുടൻ ബുദ്ധിമാൻ മുക്തി നേടേണം. ഇല്ല മറ്റൊരു പോംവഴി. അസർവകർത്രിയെ സേവിച്ചിട്ടുമദ്ദേവി തൻ കൃപ ലഭിക്കായിൽ പിന്നെ ആരെ സേവിച്ചാൽ സുഖമെത്തിടും. നിർവ്യാജമതിനാൽ സേവിക്കേണമക്കരുണാബ്ദിയെ. അവൾ തൻ ഭജനം കൊണ്ടേ ജീവൻ മുക്തി ലഭിച്ചിടൂ. ദുർലഭം മർത്യജന്മത്തെ കിട്ടിയിട്ടും ജഗദംബയെ. സേവിക്കാത്തോൻ കോണിയറ്റത്തെത്തി വീണോനു തുല്യനാം. അഹങ്കാരം മൂടിയോരീയുലകം ത്രിഗുണാന്വിതം. അസത്യബദ്ധം മറ്റെന്തു മാർഗമിക്കെട്ടറുക്കുവാൻ. എല്ലാം ത്യജിച്ചുമതിനാൽ സേവ്യതാൻ ഭുവനേശ്വരി. രാജാവ് കാവ്യരൂപം പൂണ്ട ബൃഹസ്പതി എന്തെങ്ങു ചെയ്തതും ശുക്രനെപ്പോൾ തിരിച്ചെത്തി എല്ലാം ചൊൽക പിതാമഹ. വ്യാസൻ പ്രച്ഛന്നനായി കാവ്യരൂപം പൂണ്ട ധീമാൻ ബൃഹസ്പതി അവിടെ ചെയ്തതെന്തെന്നായുരയ്ക്കാം കേൾക്ക ഭൂപതേ. വ്യാഴം ചൊന്നുള്ളൊരാ വാക്കിൽ വിശ്വാസം പൂണ്ടു ദാനവർ ഉറപ്പിച്ചാരവൻ സ്വന്ത ഗുരുവാം ശുക്രനെന്നു താൻ. വിദ്യാർത്ഥം ശുക്രനെ താൻ ചെന്നാശ്രയിച്ചെന്നു മുഗ്ധരായി. ചതിയിൽ പെട്ടു ദൈത്യന്മാർ ലോഭത്താലാർ ഭ്രമിച്ചിടാ. ജയന്തിയൊപ്പം ക്രീഡിച്ചു 10 വർഷം മുഴുക്കവേ കാവ്യൻ നിരൂപിച്ചു തൻ്റെ ശിഷ്യരായുള്ള കൂട്ടരെ. കാത്തിരിക്കയാം ശിഷ്യരെന്നെയും നോക്കിയങ്ങനെ പേടിച്ചരണ്ടോരവരെ ചെന്നുടൻ കാൺമനിന്നു ഞാൻ. ഉണ്ടായി വരരുതൻ ഭക്തർക്കമർത്യ ഭയമേതുമേ എന്നു ചിന്തിച്ചുറച്ചോതി ജയന്തിയോടു ഭാർഗവൻ. തികഞ്ഞു നാം നിശ്ചയിച്ച 10 വർഷം സുലോചനെ. വിണ്ണോരെത്താനാശ്രയിക്കയാണൻ ശിഷ്യരശേഷവും. അതിനാൽ അവരെ കാണാൻ പോട്ടെ ഞാൻ സുമധ്യമേ. വരാം തിരിച്ചിങ്ങു വീണ്ടും നിൻ സമീപത്തിൽ ഞാൻ ദ്രുതം. യഥേഷ്ടം പോക ധർമ്മജ്ഞ, ധർമ്മം തെറ്റിക്കയില്ലിവൾ. സമ്മതം തന്നെയെന്നോതി ധർമ്മവിത്തമയാമവൾ. ആ വാക്കു കേൾക്കവേ ശുക്രൻ പുറപ്പെട്ടാനതിദ്രുതം. ചെന്നു കണ്ടാൻ ഗീഷ്പതിയെ ദൈത്യന്മാർ തന്നടുക്കലായി. കള്ളവേഷത്തിലസൗമ്യൻ ജൈനധർമ്മം സ്വനിർമ്മിതം യജ്ഞനിന്ദാകരം ബോധിപ്പിപ്പതായി കണ്ടു ഭാർഗവൻ. നിങ്ങൾക്കു ഹിതമാം സത്യം ചൊൽവൻ ദേവരിപുക്കളെ. അഹിംസ താൻ മുഖ്യധർമ്മം
അവധ്യൻ കൊലയാളിയും. തീറ്റക്കൊതിയരാം ഭോഗാസക്തന്മാർ ദ്വിജർഹിംസയെ വേദങ്ങളിൽ പ്രകീർത്തിപ്പൂ ശ്രേഷ്ഠമെന്നും അഹിംസതാൻ. ഈ മട്ടിലും വേദശാസ്ത്രപരമാം വാക്യവും ഗുരു ചൊല്ലിക്കൊടുപ്പതായി കേട്ടു വിസ്മയം പൂണ്ടു ഭാർഗവൻ. ചിന്തിച്ചാനുള്ളുകൊണ്ടേവം ശത്രുവാമീ ബൃഹസ്പതി ധൂർത്തൻ വഞ്ചിച്ചിതൻ ശിഷ്യന്മാരെ സംശയമില്ലതിൽ. ഹാലോപം നരകദ്വാരം പ്രബലം പാപകാരണം അപ്പാപിക്കടിമപ്പെട്ടിട്ട സത്യം ചൊൽവു സൗമ്യനും. പ്രമാണമാർദ്ദൻ ചൊല്ലാണ ധർമ്മശാസ്ത്രപ്രവർത്തകൻ ദേവാചാര്യൻ വ്യാഴവുമിമ്മട്ടിൽ പാഖണ്ഡനാവുകിൽ. എന്തെന്തു കാട്ടില്ല ലോഭച്ചെളിയാണ്ടുള്ളമുള്ളൊരാൾ സുരാചാര്യൻ പോലുമേവം വിധർമ്മികളിൽ മുമ്പനായി കേവലം നടനെപ്പോലെ നടിച്ചു മുനിയാമിവൻ വഞ്ചിക്കയാണീ മൂഢന്മാരായോരൻ ശിഷ്യരെയുമേ. 13-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ.